അത് ഭൂമി മുഴുവൻ വർദ്ധിപ്പിക്കുക. നിന്റെ മക്കൾ അത് കീഴടക്കുക, നിന്റെ മക്കളെ അത് കീഴടക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത് വർദ്ധിപ്പിക്കുക. ഇതാ കർത്താവ് കൊടുത്ത ജോലി. പക്ഷെ എന്ന അനുസരണക്കേട് കാണിച്ചോ, അന്ന് മുതൽ നിയമം മാറി. അന്ന് മുതൽ നിയമം മാറി. ഇനി നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് കഴിച്ചു. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ആദ്യം ലോ ഒബീഡിയൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നിയമം മാറി, ലോ വർക്ക്. പക്ഷെ യേശു ഇന്ന് നമ്മളെ വീണ്ടും ദൈവരാജ്യത്തിലേക്ക് മടക്കിയെടുത്തു. വീണ്ടും നിയമം മാറി. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ്, ഇനി നിങ്ങൾ ഈ ലോകത്തുള്ളവരെ പോലെ നിങ്ങളുടെ വിഷൻ ഇങ്ങോട്ടേക്ക് ആകരുത്. എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മാത്രം ചിന്തിച്ച് നടക്കാതെ, ആമേൻ, നീ എന്ത് ചെയ്യണം? ആദ്യം നീ ഇപ്പോൾ ജനിച്ച കിങ്ഡം അന്വേഷിപ്പിൻ, ദൈവരാജ്യം അന്വേഷിപ്പിൻ. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്നല്ല പറഞ്ഞേ, ഇതെല്ലാം അതിനോടുകൂടെ ആഡ് ചെയ്ത് തരും. ആമേൻ. അതിന്റെ അർത്ഥം കുഞ്ഞെ, നിന്റെ വിഷൻ ഇനി ഭൂമിയിലല്ല, നിന്റെ വിഷൻ ഒന്ന് മാറട്ടെ, ഉയരത്തിലേക്ക് മാറട്ടെ. ആമേൻ. അതോട് ചേർന്നാണ് കർത്താവ് പറയുന്നത്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. ആ വിഷൻ ചൊവ്വുള്ളതായിരിക്കണം, അല്ല എങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ശരീരം അവസാനിക്കാൻ പോണത്, ആ വ്യക്തി അവസാനിക്കാൻ പോണത് നരകത്തിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വിഷനെ കുറിച്ച്. എന്താണ് വിഷനുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ നാം മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും കാണുന്നത് ദൈവ സിംഹാസനം എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ രീതി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് മെയിൻലി നമ്മൾ 4 രൂപത്തെയാണ് കാണുന്നത്. ഒന്ന് മനുഷ്യൻ, ഒന്ന് സിംഹം, ഒന്ന് കഴുകൻ, ഒന്ന് കാള. ഇതിന്റെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഓരോ സ്വഭാവങ്ങളെ കുറിച്ചാണ്. കഴുകനെ കാണിക്കുന്നത് ദൈവത്തിൻ്റെതായ ഒരു പ്രത്യേക ശൈലി കാണിക്കുകയാണ്, ദൈവത്തിന്റെ ദീർഘദൃഷ്ടി. അതായത് കഴുകന് 4-5 മൈലുകൾ അകലെ വരെ നിന്നുകൊണ്ട് ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂം ചെയ്ത് കാണുന്നത് പോലെ അത് കാണും. അതിന്റെ കണ്ണിന് പ്രത്യേക ഒരു പവറാ സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷികളുടെ രാജാവാണ്. ആമേൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നില്ല. ഇനി ഇതും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ദൈവത്തിന്റെ പ്രവർത്തന ശൈലി എങ്ങനെ, മനുഷ്യന്റെ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കണം, മൃഗത്തിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയുള്ളതാണ്. ആമേൻ. വിഷനുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തെ ഈ കഴുകനുമായി കമ്പയർ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ദൈവം കഴുകനല്ല, പകരം ചില നേച്ചർ കാണിക്കാൻ വേണ്ടിയാണ് അത് ആ സിംബോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു പ്രത്യേകത, ദൈവം ഒന്നും അവസാനിക്കാതെ ആരംഭിക്കാറില്ല. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവം ഒന്നും അവസാനിക്കാതെ ആരംഭിക്കുകയില്ല. ദൈവത്തിന്റെ വർക്കിംഗ് രീതിയായി പറയുന്നത്. ആമേൻ. മനുഷ്യന്റെ അല്ല, മൃഗത്തിന്റെ അല്ല, എല്ലാം വേറെ വേറെ രീതിയിലാണ്. നമ്മളത് മനസ്സിലാക്കിയിരുന്നാൽ തുടർന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഉറച്ചിരിക്കും. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെ, ഞാൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ, മൃഗം പ്രവർത്തിക്കേണ്ടത് എങ്ങനെ. ഞാൻ ഇന്നെങ്ങാനും അറിയാതെ മൃഗത്തിന്റെ സ്റ്റൈലാണെങ്കിൽ നമുക്ക് ആ സ്റ്റൈൽ മാറ്റിക്കൂടെ? അപ്പോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 46-ാം അധ്യായം 10-ാം വാക്യം.
ആരംഭത്തിൽ തന്നെ അവസാനവും. ആരംഭത്തിൽ തന്നെ അവസാനവും. പറഞ്ഞു, ദൈവം ഒന്നും അവസാനിക്കാതെ ഒന്നും തുടങ്ങാറില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും. പൂർവ്വകാലത്ത് തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഞാൻ പ്രസ്താവിക്കുന്നു. ദൈവം പ്രസ്താവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, ദൈവം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അത് അവസാനിപ്പിച്ചിട്ടേ തുടങ്ങുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോ ഇതാണ് ദൈവത്തിന് നടക്കേണ്ട കാര്യം എന്ന് ചിന്തിക്കുക. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു ദൈവം എന്തെന്നറിയാമോ? ഇത് എനിക്ക് അവിടെ എത്തിക്കണമെങ്കിൽ ആദ്യം തന്നെ ദൈവം ഇത് അവിടെ അങ്ങ് എത്തിക്കും, അതങ്ങ് ഉറപ്പിക്കും. അന്നോട്ട് ഉറപ്പിച്ചിട്ട് കാര്യം ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ തക്കവണ്ണം തുടർന്ന് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് പറയും ചെയ്തു. ദൈവം പറഞ്ഞത് അതേപോലെ സംഭവിച്ചിരിക്കും. ദൈവം ഒരുക്കിയത് അതേപോലെ സംഭവിച്ചിരിക്കും. അതിനൊരു മാറ്റവുമില്ല. ദൈവം പറയാണ്, ആരംഭത്തിൽ തന്നെ അവസാനം ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. ആമേൻ. എന്നിട്ട് അവസാനം നിശ്ചയിച്ചിട്ടാണ് ദൈവം എങ്ങോട്ട് വരുന്നേ? ആരംഭത്തിലേക്ക് വരുന്നേ. എന്നിട്ട് ആരംഭത്തിൽ നിന്നാണ് ആര് തുടങ്ങുന്നത്? നമ്മള് തുടങ്ങണത്. മനസ്സിലായോ? ആമേൻ. ദൈവം ഓൾറെഡി അവസാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കാര്യം പിടുത്തം കിട്ടിയോ? എന്നിട്ട് പറയാണ്, ഞാൻ ഉറപ്പിച്ചതിന് ഒരുത്തനും മാറ്റാനും. ഇവിടെ പറയാണ്, ആൻഡ് മൈ കൗൺസിൽ ഷാൽ സ്റ്റാൻഡ്. എന്റെ ആലോചനയെ നിവർത്തിയാകും. ആമേൻ. ഇനി ആരൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അതിന്റെ താഴേക്ക് ഒന്ന് വായിച്ചേക്കുന്നേ. എന്റെ ആലോചന നിവർത്തിയാകും. എന്റെ ആലോചന നിവർത്തിയാകും. ഇവിടെ പറയാണ്, ഡിക്ലെയറിംഗ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. ആമേൻ. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്റെ ആലോചനയെ നിവർത്തിയാകൂ. ആമേൻ. ദൈവത്തിന്റെ ആ രീതി കണ്ടോ? എന്നിട്ട് ഇനി നമുക്ക് ആർക്കെങ്കിലും ദൈവത്തോട് കുസ്തി പിടിക്കണോ? ദൈവ ആലോചനയോട് മല്ലു പിടിക്കണോ? മല്ലു പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആ ദൈവത്തിന്റെ പ്രത്യേകത. ദൈവം എന്ത് വേണമെങ്കിലും ദൈവം ആദ്യം തന്നെ അങ്ങ് പ്രസ്താവിക്കും. ഐ നീഡ് ഇറ്റ്. ദൈവം എന്ത് പ്രസ്താവിച്ചോ അത് അങ്ങനെ തന്നെ എസ്റ്റാബ്ലിഷ് ആകും. ആമേൻ. ദൈവം അത് വചനമായി എസ്റ്റാബ്ലിഷ് ചെയ്യും. തുടർന്ന് ആ വചനം നമ്മുടെ കയ്യിൽ തരും. ആമേൻ. ആ വചനമാണ് സത്യം. ആ വചനം ഒഴിച്ച് വേറെ ഒന്നും സത്യമല്ല. ആ വചനത്തിനനുസരിച്ച് ഞാനും നിങ്ങളും പോയാൽ ജയം. വചനത്തിനനുസരിക്കാതെ നമ്മുടെ വഴിയിലും ഓർഗനൈസേഷൻ ഇഷ്ടങ്ങൾക്കും പോയാൽ ദൈവവചനം പറയുകയാണ്, എന്റെ ആലോചനയെ നിവർത്തിയാകൂ. ആമേ. നമ്മൾ സമയം കളഞ്ഞത് വെച്ച്. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നത് വചനത്താൽ. മനസ്സിലായോ? ദൈവം പ്രവർത്തിക്കുന്ന വചനത്താൽ. ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? തന്റെ വചനം ഉപയോഗിച്ച ഇതെല്ലാം ഉണ്ടാക്കിയത്. ആമേൻ. ഹല്ലേലൂയ. 2 തീമോത്തി അതിന്റെ 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. 2 തീമോത്തി 1-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായം 9-ാം വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം. തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം. എത്ര മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ക്ലിയർ ആകത്തില്ല. സ്വന്തം നിർണയം എന്ന് വെച്ചാൽ പർപ്പസ്, ഹിസ് ഓൺ പർപ്പസ്. ദൈവം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തന്റെ സ്വന്തം
പർപ്പസിന്, ഉദ്ദേശത്തിന് അത്രേ. അത് എപ്പോഴാ ചെയ്യുന്നറിയാമോ? സർവകാലത്തിനും മുമ്പേ. ശ്രദ്ധിച്ചേ, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, കുറെ കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. Who has saved us and called us. അവൻ നമ്മളെ രക്ഷിച്ചു, വിളിച്ചു. With a holy calling, not according to our works. നമ്മുടെ പ്രവൃത്തികൾ ഒന്നും കാരണമല്ല, നമ്മുടെ കുടുംബ മഹിമ കാരണമല്ല. Hallelujah. But according to His own purpose. Amen. According to His own purpose. ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവം നമ്മളെ എന്തിനാ വിളിച്ചേ? എന്തിനാ ദൈവം നമ്മളെ എന്തിനാ രക്ഷിച്ചേ? For His purpose. For His purpose. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നാം ആ പർപ്പസ് അറിയേണ്ടത്, അല്ലേ? ആ പർപ്പസ് നാം അറിയേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പർപ്പസ് അറിഞ്ഞില്ലെങ്കിൽ നാം എവിടെ ഇരിക്കുക? എവിടെ ഇരിക്കുന്നേ? ഇരുട്ടിലിരിക്കുന്നു. എന്താ വിഷൻ? When we know our purpose, that is our vision. എപ്പോഴാണ് നാം നമ്മുടെ പർപ്പസ് അറിയുന്നത്, അതാണ് നമ്മുടെ വിഷൻ. ആമേൻ. ആ വിഷൻ അറിഞ്ഞില്ല എങ്കിൽ, വിഷൻ അറിയുന്നില്ലെങ്കിൽ ആ വ്യക്തി എവിടെ ഇരിക്കുന്നു? ഇരുട്ടിലിരിക്കുന്നു. വിഷൻ എവിടെ നിന്ന് കിട്ടുന്നു? ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് കിട്ടുന്നു. ഈ പർപ്പസ് എവിടെ നിന്ന് മനസ്സിലാകുന്നു? ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ചെയിനായിട്ട് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അവസാനം നമ്മൾ അതിൽ നിന്ന് വിഷൻ പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ ഇരുട്ടിലിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ യേശു കർത്താവ് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞു, എന്റെ ആലോചനയെ നിവൃത്തിയാകോ. മൈ പർപ്പസ് വിൽ സ്റ്റാൻഡ്. മറ്റൊന്നും സ്റ്റാൻഡ് ചെയ്യത്തില്ല. ആകാശം മാറും, ഭൂമി മാറും, എന്റെ വചനങ്ങൾ എന്നേക്കും നിലനിൽക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പറയാണ്, എല്ലാം ഞാൻ ചെയ്തെന്തിനാണെന്നറിയാമോ? ഫോർ മൈ ഓൺ പർപ്പസ് ആൻഡ് ഗ്രേസ് വിച്ച് ഹാസ് ഗിവൺ ടു അസ് ഇൻ ക്രൈസ്റ്റ് ബിഫോർ ടൈം ബെഗൺ. സമയം തുടങ്ങുന്നതിന് മുമ്പെന്ന്. കാരണം ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആരും എല്ലാ കാര്യവും നിശ്ചയിച്ചു കഴിഞ്ഞു. ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. എങ്ങനെ? തന്റെ വചനം അയച്ചു നിശ്ചയിച്ചു കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം എങ്ങനെ പ്രവർത്തിക്കണേന്ന്? അതിന്റെ അർത്ഥം ഈ ഒരാൾ നരകത്തിൽ പോകണം, ഒരാൾ സ്വർഗത്തിൽ പോകണം ദൈവം നിശ്ചയിച്ചതല്ല. അതിന്റെ ഫ്രീ വില്ല് നമുക്ക് തന്നിരിക്കുക. മനുഷ്യനെ സംബന്ധിച്ച് അതിന്റെ ഫ്രീ വില്ല് ദൈവം നമുക്ക് തന്നിരിക്കുക. ജീവനും മരണവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക. ദൈവത്തിന്റെ പർപ്പസിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാകുവാനായിട്ട് ഈയിടെയാകും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് വചനം കൊണ്ട. ദൈവം ആദ്യം തന്നെ അന്ത്യം പ്രസ്താവിക്കുന്നു. അന്ത്യം പ്രസ്താവിച്ചതിന് ശേഷം ദൈവം ഈ ബിഗിനിങ്ങിലേക്ക് മടങ്ങി വരുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ രീതി കാരണം ദൈവം എന്തുകൊണ്ട് ഒരിക്കലും പാനിക്കാകാത്തെന്നറിയാമോ? അതായത് കുലുക്കി പോകാത്തെന്നറിയാമോ? അന്ത്യം എന്താണ് ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ദൈവം കുലുങ്ങി പോകുന്ന വിഷയം ഇല്ല. പക്ഷെ നമ്മൾ കുലുങ്ങാറില്ലേ? കാരണം നമുക്ക് എന്നെ അറിഞ്ഞുകൂടാ, അന്ത്യം അറിഞ്ഞുകൂടാ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് അന്ത്യം അറിഞ്ഞുകൂടാ.